ദാമോദർ പ്രസാദ്, സെബാസ്റ്റ്യൻ പോൾ സാർ ആവർത്തിച്ച് ഊന്നുന്ന ഈ കാലത്തിന്റെ മാറ്റം എന്ന് പറയുന്ന ഒരു കാരണമുണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാലത്തിന്റെ മാറ്റം, രാഷ്ട്രീയ കാലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെപ്പറേറ്റ് ഏജൻസി ഒന്നല്ല. കാലം നമ്മളായി നിർമ്മിക്കുന്നതാണ് കാലം മനുഷ്യനായി നിർമ്മിക്കുന്നതാണ് കാലം. അല്ലാണ്ട് കാലം വേറെ ഒരു ഇതാണ്. അപ്പോൾ 91-ൽ എന്താണ് നവലിബറൽ പോളിസികളിലേക്ക് ഇന്ത്യ വഴി മാറുമ്പോൾ നമ്മൾ പുതിയ കാലത്തെ സൃഷ്ടിക്കുകയാണ്. അതുപോലെ തന്നെ 92-ൽ ബാബർ മസ്ജിദ് പൊളിക്കുമ്പോൾ ഒരു പുതിയ കാലത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ആ കാലത്തിനുള്ള പ്രതിരോധവും സമകാലികമാണ്. അപ്പോൾ ആ സമകാലികമായിട്ട് പ്രതിരോധം എന്താണ്? അതാണ് നമ്മുടെ കാലം, അതാണ് ഇടതുപക്ഷത്തിൻ്റെ കാലം. ഇടതുപക്ഷം ഒരു കാലം സൃഷ്ടിക്കുന്നുണ്ട്. ഇതൊക്കെ കാലസങ്കല്പങ്ങളാണല്ലോ കാലം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 57-59 കേരളത്തിലെ രണ്ട് നഷ്ടങ്ങൾ വീണ്ടും ശ്രദ്ധിച്ചാൽ മതി. 59 ഗവൺമെൻറ് പിരിച്ചുവിടപ്പെടുന്ന കേരളത്തിൽ വലിയ നഷ്ടമാണെങ്കിൽ 2011-ൽ ഒരു സീറ്റിൻ്റെ പരാജയത്തിൽ VSൻ്റെ ഗവൺമെൻറ് പരാജയപ്പെടുന്നു. കേരളത്തിന് വലിയ രണ്ട് നഷ്ടങ്ങളാണ്. കേരള സംബന്ധിച്ച് ഏറ്റവും രണ്ട് നഷ്ടങ്ങൾ എന്ന് പറയുന്നത് 59-ൽ വിമോചന സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് പിരിച്ചുവിടപ്പെടുന്നു. 2011-ൽ ഒരു വോട്ടിൻ്റെ ഒരു ജാഗ്രത കുറവുകൊണ്ടായിരിക്കാം ഒരു സീറ്റ് നഷ്ടത്തിൽ കേരളത്തിൽ VSൻ്റെ ഗവൺമെൻറ് തിരിച്ചു വരാതിരിക്കുന്നു. ഇത് രണ്ട് വലിയ നഷ്ടക്കാരും രണ്ട് പുതിയ കാല സൃഷ്ടിക്കലായിരുന്നു കേരളത്തിൽ. 57-59 പുതിയൊരു അതുവരെ ഉണ്ടായിരുന്ന കാലത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു കാലാണ് സൃഷ്ടിച്ചത്. പുതിയ യുഗം സൃഷ്ടിക്കുകയായിരുന്നു. വിദ്യാഭ്യാസ തലത്തിലാണെങ്കിലും നമ്മുടെ ഭൂപരിഷ്കരണ കാര്യത്തിലാണെങ്കിലും പലതരത്തിലും. അതിനൊക്കെ വിമർശനങ്ങൾ പിൽക്കാലത്തുണ്ടായിട്ട് ഞാൻ നിഷേധിക്കില്ല. ആ വിമർശനങ്ങൾ ശരിയായ വിമർശനങ്ങളും തന്നെയാണ്. പക്ഷേ എങ്കിലും ഒരു പുതിയ കാലം സൃഷ്ടിക്കുകയായിരുന്നു ആണ് ഒവിജയൻ പറഞ്ഞത്. സിന്ദൂരപ്പെട്ടിൻ്റെ ഓർമ്മയ്ക്ക് ഒവിജയൻ പറയുന്നത് അതാണ്. കാര്യം പുതിയ യുഗം സൃഷ്ടിക്കുകയായിരുന്നു. ഒരു പുതിയ കാലത്തേക്കാണ് സത്യം പറയാൻ ഒരു പുതിയ ടൈം മെഷീനിൽ നമ്മൾ കയറിയിരുന്നു കേരളം. അതുവരെ ഫ്യൂഡൽ അതിനെതിരെയാണ് ആ പഴയ കാലം അതിനെ പോരാടി അതിനെ താഴെയിറക്കിയത്. 2011 സംഭവിച്ചതാണ്. 2011 പുതിയ യുഗം സൃഷ്ടിക്കുകയായിരുന്നു. ഓരോ മേഖലയിലും വികസനം എങ്ങനെയായിരിക്കണം, അതായത് മുതലാളി, ഞാൻ നേരത്തെ VS മുതലാളിത്ത വികസനത്തിനെതിരായിരുന്നില്ല, അല്ലെങ്കിൽ VSൻ്റെ ഗവൺമെൻറ് മുതലാളിത്ത വികസനത്തിനെതിരായിരുന്നില്ല. അന്ന് സ്റ്റെല്ലാർ പെർഫോമൻസ് ചെയ്യുന്ന ഒരുപാട് മന്ത്രിമാരുടെ ഒരു മന്ത്രിസഭയാണ്. കോടിയേരിയുടെ ആഭ്യന്തര വകുപ്പിൽ തോമസ് ഐസക്ക് ഗംഭീരമായ രീതിയിൽ ധനകാര്യ വകുപ്പ് നടത്തുന്നുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് മിനിസ്ട്രി ആയിരുന്നു അത് 2006-2011 കാലഘട്ടത്തെ മിനിസ്ട്രി. എല്ലാവിധ ഉൾപാർട്ടി സമരങ്ങളും ആശയപരമായിട്ട് സമരം നടക്കുമ്പോഴും അതിഗംഭീരമായി പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റായിരുന്നു. ആ 2011 തീർച്ചയായിട്ടും തുടർച്ച. കാര്യം അവസാന ഘട്ടത്തിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കേരളം നടത്തിയ മുന്നേറ്റങ്ങൾ തീർച്ചയായിട്ടും വലിയ ബെനിഫിറ്റും ഉണ്ട്. പക്ഷേ എവിടെയൊരു ജാഗ്രത കുറവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഉണ്ടായ ജാഗ്രത കുറവിൻ്റെ നിമിത്തമാണ് നമുക്ക് ആ വലിയ തുടർച്ച നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ ആ തുടർച്ച ആലോചിച്ച് നോക്കൂ, 2011 ശേഷം ഗവൺമെൻറ് വീണ്ടും തുടർന്നിരുന്നെങ്കിൽ ആ കാലത്തെ വലിയ മാറ്റം വരുമായിരുന്നു. കാര്യം രണ്ട് തരത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് കാലത്ത് VS ചെയ്തത്. ഒന്ന്, ഇതുപോലെ മാഫിയ വൽക്കരണത്തിന് വലിയ സമരം, മറുഭാഗത്ത് വികസനത്തെക്കുറിച്ച് പുതിയ സങ്കല്പങ്ങൾ. പുതിയ സ്മാർട്ട് സിറ്റി ആ കാലഘട്ടം തന്നെയാണ് വരുന്നത്. പക്ഷേ എങ്ങനെയാണ് സ്മാർട്ട് സിറ്റി കുറച്ചുകൂടി വളരെ വേറൊരു കാഴ്ചപ്പാടുള്ള സ്മാർട്ട് സിറ്റി സങ്കല്പങ്ങൾ, അതുപോലെ പലതരത്തിലുള്ള വികസന പദ്ധതികൾ ഏറ്റെടുക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അത്തരം ഒരു പുതിയ കാലഘട്ടം സൃഷ്ടിക്കാൻ നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ കാലം എന്ന് വിളിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു കാലമുണ്ട്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലമുണ്ട്. ഇപ്പോൾ ഞാൻ ചരിത്രപരമായിട്ടും സൈദ്ധാന്തി പറയുന്ന 1917 കുറിച്ച് പറയുന്ന തന്നെ പുതിയൊരു കാലം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അത് പുതിയ ഡൈമെൻഷനിലേക്ക് അതുവരെ ഉണ്ടായിരുന്ന മുതലാളിത്ത ലോകത്തിൽ പുതിയൊരു കാലസങ്കല്പം കൊണ്ടുപോകുന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ്. ഒരു പുതിയൊരു കാലം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതുവരെ ഉണ്ടായ ലോകത്ത് അനുഭവമേ ഇല്ലാത്ത പുതിയൊരു സമത്വത്തിൻ്റെ കാലത്തേക്കാണ് നേരെ കൊണ്ടുപോയത്. അപ്പോൾ അതേപോലെ തന്നെ പുതിയൊരു കാല സൃഷ്ടി നടക്കുന്നുണ്ട്. അതാണ് ഇടതുപക്ഷ പ്രതിരോധത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും പരിവർത്തനാത്മകമായ കാലം. നവോത്ഥാനം ഒരു കാലമായിരുന്നില്ലേ കേരള സംബന്ധിച്ച്? അതുവരെ ഉണ്ടായ ജഡമായ മൂല്യങ്ങൾക്കെതിരെ പുതിയൊരു കാലമാണ് ശ്രീനാരായണ സൃഷ്ടിച്ചത്. 1888-ൽ എന്താണ് ഒരു പുതിയ കാലം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഒരു വിഗ്രഹം അവിടെ ഉയർത്തിക്കൊണ്ടില്ല ചെയ്തത്, അല്ലെങ്കിൽ ഒരു ശിവപ്രതിഷ്ഠ നടത്തുകയല്ല ചെയ്തത്. ഒരു പുതിയ കാലമാണ് സൃഷ്ടിച്ചത്, പുതിയ യുഗമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അത്തരം യുഗസൃഷ്ടാക്കളായിട്ടുള്ള ആൾക്കാരും യുഗസൃഷ്ടികളുമാണ് പുതിയ കാലത്തെ സംഘടന. അപ്പോൾ കാലം ഇങ്ങനെ നമ്മളിന്ന് ഇങ്ങനെ നിർമ്മമായി ഒഴുകുന്നതെന്നല്ല, കാലം നമ്മൾ സൃഷ്ടിക്കുന്നതാണ്, മനുഷ്യർ സൃഷ്ടിക്കുന്നതാണ് കാലം. ആ കാല സൃഷ്ടിയിൽ ഗംഭീരമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെടൽ നമ്മൾ കാണും VSൻ്റെ ഭാഗം. കാര്യം VSന് ആ തുടർച്ചയുണ്ട്. ആ 57-ലേക്ക് തുടർച്ച VSലും കാണാൻ പറ്റും. ആ തുടർച്ചയാണ് 2011 നമുക്ക് നഷ്ടപ്പെട്ട വലിയൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ പുതിയൊരു കാലത്തെക്കുറിച്ച് നമുക്ക് പുതിയ ഒരു ബദൽ എന്ന് പറയുന്നത്, ഇടതുപക്ഷ ബദൽ എന്താണ്, നവലിബറലിസത്തിനെതിരെയുള്ള ഇടതുപക്ഷ ബദൽ എന്താണ്, ഇന്ന് നടക്കുന്ന വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഇടതുപക്ഷ ബദൽ എന്താണെന്നൊരു സങ്കല്പം ഒരുപക്ഷെ നമുക്ക് സാർത്ഥകമാക്കാനും അത് പ്രായോഗികമാക്കാനും നമുക്ക് സാധിച്ചേനെ. ആ ഒരു കാലം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വലിയ ദുഃഖകരമായ സത്യം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. ശരി, ശ്രീ NM പിയേഴ്സൺ, ഈ കാലം മാറുന്നതിനെ പറ്റി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതിനെ എങ്ങനെയാണ് ദാമോദർ ഖണ്ഡിച്ചതെന്ന് അങ്ങ് കേട്ടല്ലോ. പക്ഷെ അപ്പോഴും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്ന കാര്യം കുറെ കൂടെ ഒന്ന് വിപുലപ്പെടുത്തി ആലോചിച്ചാൽ ചില സത്യങ്ങളില്ലേ അതിൽ. ഇപ്പോൾ നമ്മൾ ഈ സമരം വിപ്ലവം എന്നൊക്കെ പറയുന്നത് ഒരു പ്രതിപക്ഷ സ്വഭാവത്തിൽ ഊന്നിയെന്നുകൊണ്ടുള്ളതാണ്. നിശ്ചയമായും കേരളത്തിൽ സംസാരിക്കുമ്പോൾ ഇടതുപക്ഷ പ്രതിരോധത്തിൽ ഊന്നിയെന്നുള്ളതാണ്. പക്ഷേ ഭരണകൂടങ്ങൾ തന്നെ
ഒരു സമരത്തിനും പരിഹരിക്കാൻ കഴിയാത്ത വിപ്ലവകരമായ നടപടികൾ എടുക്കുക. കണ്ണിൽ പൊടിയിടലൊക്കെയാണെന്ന് പറയാമെങ്കിലും ഇപ്പോൾ ടാർഗറ്റ് ഗ്രൂപ്പുകളെ കണ്ടെത്തുക, ഇപ്പോൾ സ്ത്രീകൾ, വിദ്യാർത്ഥിനികൾ, ഇപ്പോൾ ഓരോരോ മേഖലകളിൽ ഓരോരോ വിഭാഗങ്ങളെ കണ്ടെത്തിക്കൊണ്ട് യുവാക്കളിൽ ഇത്ര പ്രായമുള്ള ആളുകൾ, ഇപ്പോൾ ഓണ്ടർപ്രണേഴ്സിനെ വരുമ്പോൾ അവർക്ക് ഇത്ര പ്രായം വരെ ഇത്ര ഇൻസെൻറ്റീവ് കൊടുക്കാം. ഇങ്ങനെ സർക്കാരുകൾ തന്നെ ആളുകൾ സമരം ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ വിവിധ മേഖലകളിലെ ആവശ്യങ്ങൾ എന്താണ് പരിഹരിക്കാം, ഏത് രൂപത്തിൽ, സൗജന്യ സ്വഭാവത്തിൽ പരിഹരിക്കാം എന്ന് പറയുന്ന ഒരു സമീപനം എടുക്കുകയാണെങ്കിൽ പിന്നെ റോഡിലിറങ്ങി പഴയകാല പ്രക്ഷോഭത്തിലേക്ക് പോവുക, പ്രക്ഷോഭകാരിയുടെ രൂപത്തിൽ ആക്രോശം നടത്തുക, അത് പരിഹാരമാകും എന്ന് കരുതാൻ കഴിയുമോ? അതുകൊണ്ട് 2016 മുതൽ CPM തുടർച്ചയായി ഭരണം നേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സമരങ്ങളിലൂടെയല്ല, അല്ലാതെ ഓരോ വിഭാഗങ്ങളിലേക്കും ഇടതുപക്ഷ ഭരണത്തിന്റെ ഗുണഫലങ്ങൾ എത്തിക്കുക, അങ്ങനെ അവരുമായി കണ്ണിചേരുക, അങ്ങനെയൊക്കെ ഒരു ചുവടുമാറ്റത്തിന് നിർബന്ധിതമാകുന്ന ലോകതലത്തിലായാലും ദേശീയ തലത്തിലായാലും ഒക്കെ സാഹചര്യങ്ങളിൽ ഒരൊറ്റ ചെറിയ കാര്യം പറഞ്ഞാൽ നിർത്താം. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സർക്കാർ നിൽക്കുമ്പോൾ അപരിഹാര്യമായി നിൽക്കുന്ന ആശാസമരമാണല്ലോ. അധികാരം ഏതൊക്കെ മേഖലകളിലുണ്ടോ അവർക്കൊക്കെ പരിഹാരവുമായി വരാൻ കഴിയുന്ന ഒരു സവിശേഷതയില്ല. ഇപ്പോൾ ചില തദ്ദേശ സ്ഥാപനങ്ങളെങ്കിലും, കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ആ ഭാഗത്തുള്ള ആശാ വർക്കർമാർക്കുള്ള വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ എത്ര പരിമിതമായ അളവിൽ അധികാരമുണ്ടോ അവർക്കൊക്കെ വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരവുമായി വരാൻ കഴിയുന്ന ഒരു സവിശേഷ സാഹചര്യം ഇല്ലേ? ആ സാഹചര്യം യഥാർത്ഥത്തിൽ ഈ കാലത്തിന്റെ മാറ്റം നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് എന്നുകൂടി നമ്മൾ കണക്കാക്കണം. കാരണം മുൻപ് അങ്ങനെ ന്യായമായ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. പിന്നീട് മാറി. നമുക്കറിയാം, മുതലാളിത്തത്തിന്റെ അവരുടെ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ ജപ്പാൻ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിന് കാണിച്ചു കൊടുത്താണ് എങ്ങനെ തൊഴിലാളികളെ മാനേജ്മെന്റിന്റെ ഭാഗമാക്കി മാറ്റാം, അല്ലെങ്കിൽ മുതലാളിയുടെ ഭാഗമായിട്ട് മാറ്റാം എന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മാനേജ്മെന്റ് നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്നതാണ്. പിന്നെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വ്യാപകമായി ഉണ്ടാവുകയും ഇന്ന് ലോകത്തൊക്കെ അതിന്റെ സാധ്യതകളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ ഈ സമരവും അതുപോലെ ഭരണം EMS മുന്നോട്ട് വെച്ച കൺസെപ്റ്റ് ഇന്നും എന്നും പ്രസക്തമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.